ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഞാൻ ഓൾറെഡി വീഡിയോ കാരണം കിട്ടുന്നത് നമ്മുടെ സാംസങ് S23 സീരീസുകൾക്ക് ഇപ്പോൾ ഇഷ്ടം പോലെ ഗ്രീൻ ലൈൻ ഇഷ്യൂസ് വരുന്നുണ്ട്. ഇപ്പോൾ ആക്ച്വലി ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിനും ഇതുപോലെ തന്നെ അവൻ്റെ സാംസങ് S23 അൾട്രയിൽ ഇപ്പോൾ ഗ്രീൻ ലൈൻ ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു. അവൻ്റെ ഫോൺ ഓൾമോസ്റ്റ് 1 year 3 months ആയിട്ടുണ്ടായിരുന്നു. സോഫ്റ്റ്വെയർ അപ്ഡേറ്റിന് ശേഷമാണ് ഗ്രീൻ ലൈനും വന്നു, പിങ്ക് ലൈനും വന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും എന്ന് വെച്ചാൽ ഫോട്ടോസ് കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല, ആൾക്ക് ഇൻട്രസ്റ്റ് ഇല്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല. അപ്പോൾ അതിന് ആക്ച്വലി നമ്മളത് ക്ലെയിം ചെയ്തിട്ട് ആക്ച്വലി സാംസങ് ഇപ്പോൾ അത് ഫ്രീ ആയിട്ട് റീപ്ലേസ്മെൻറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എങ്ങനെ നിങ്ങൾക്ക് ഫ്രീ റീപ്ലേസ്മെൻറ്റ് നിങ്ങളുടെ എന്താ പറയുക ഡിസ്പ്ലേ ഗ്രീൻ ലൈൻ ഇഷ്യൂ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ സാംസങ്ങിൻ്റെ അടുത്ത് നിന്ന് ഫ്രീ റീപ്ലേസ്മെൻറ്റ് എങ്ങനെ എടുക്കാമെന്നുള്ളൊരു പ്രൊസീജിയറാണ് ഞാൻ ജസ്റ്റ് പറയാൻ പോകുന്നത്. ജസ്റ്റ് ഒരു കോമൺ ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ്. ഞാൻ അതിന് മുമ്പും ചെറുതായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ കേസ് പറയുമ്പോൾ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ 2 ചാനൽസ് മാത്രമേ പോയി കണ്ടു സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, മനസ്സിലേക്ക് നമ്മൾക്ക് ഒന്ന് ഷെയർ ചെയ്യുക. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കണ്ടതാണെങ്കിൽ എൻ്റെ പേര് അജയ്, ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റാണ്. നമ്മുടെ ടെക്കിലും ഫിനാൻസിലും ഞാൻ സ്മാർട്ട് ഫോൺ ആർക്കിടെക്ചർ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ എന്താ പറയുക ഗ്രീൻ ലൈൻ ഇഷ്യൂ ഇതുപോലെ അല്ല എന്തെങ്കിലും വന്നിട്ടില്ല, ഗ്രീൻ ലൈൻ ഇഷ്യൂ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ നോർമലി എന്തായാലും എന്താ ചെയ്യുക, നമ്മൾ ആദ്യം തന്നെ ഡയറക്റ്റ് നമ്മുടെ കസ്റ്റമർ കെയറിലേക്ക് പോകും, അല്ലെങ്കിൽ സർവീസ് സെൻ്ററിലേക്ക് പോകും. അപ്പോൾ അവർ എന്താ പറയുക ജോബ് കാർഡൊക്കെ എടുത്തിട്ട് ബില്ലടിച്ച് തരും. 23,000 രൂപയ്ക്കാണ് നമ്മുടെ S23 അൾട്രേൻ്റെ നമ്മുടെ ഡിസ്പ്ലേയുടെ പ്രൈസ് എന്താ ഫുൾ വെള്ളിയാണല്ലോ, ഡിസ്പ്ലേയുടെ പ്രൈസും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് സ്ലോ ആക്കാം, എൻ്റെ നോർമൽ സ്പീഡാണ് ഞാൻ ഇപ്പോൾ ഇത്ര നേരം പറയേണ്ടിരുന്നിട്ട്. അപ്പോൾ ഇത് അതിനായിട്ട് മുമ്പ് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ സാംസങ്ങിനെ ഫസ്റ്റ് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ അവരുടെ സർവീസ് ഒഫീഷ്യൽ കസ്റ്റമർ കെയർ സർവീസ് നമ്പർ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ചെയ്യാം. അതിലേറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാം. ബെസ്റ്റ് ട്വിറ്ററാണ് കേട്ടോ, നമ്മുടെ X. അപ്പോൾ അതിൽ നിങ്ങൾ എല്ലാ സാംസങ്ങിനും ടാഗ് ചെയ്തിട്ട്, പ്രത്യേകിച്ച് സാംസങ് ഇന്ത്യ ടാഗ് ചെയ്തിട്ട് ഒരു ഇതുപോലെ ഒരു പബ്ലിക് പോസ്റ്റ് ഇടുക. പബ്ലിക് പോസ്റ്റ് ഇടണം, അല്ലെങ്കിൽ ഡയറക്റ്റ് അവർക്ക് പോയിട്ട് മെസ്സേജ് അയക്കരുത്, പബ്ലിക് പോസ്റ്റ് ഇടുക. അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് റിപ്ലൈ വരും, നിങ്ങളുടെ ഫോൺ നമ്പറും പേഴ്സണൽ ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർ വിളിക്കും. അപ്പോൾ അവർ സൈഡിൽ നിന്ന് വിളിക്കും. അപ്പോൾ നിങ്ങൾ ഈ സംഭവങ്ങൾ ഫുള്ള് പറയാം. അപ്പോൾ ഒരു ക്രൈറ്റീരിയ ഉണ്ട്, നിങ്ങളുടെ ഡിവൈസിന് എക്സ്റ്റേണൽ എന്താ പറയുക ഡാമേജസുകളോ സ്ക്രാച്ചസോ ഡെൻറ്റുകളോ ഒന്നും പാടില്ല, ഫോൺ ഇൻടാക്റ്റ് ആയിരിക്കണം. അങ്ങനെ അതൊക്കെ അവർ ചോദിക്കിട്ടാ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവർ പറയും നമുക്ക് കുറച്ച് സമയം എടുക്കും. അത്യാവശ്യം നല്ല ടൈം കൺസ്യൂമർ ആയിട്ടുള്ള സംഭവമാണ്. ശരിക്കും സാംസങ് ഒക്കെ അത് ഫ്രീ ആയിട്ട് തരുന്നതാണ്. നമ്മളൊരു ഹൈ എൻഡ് സ്മാർട്ട് ഫോൺ വാങ്ങിച്ചിട്ട് നമ്മളത് പിന്നാലെ നടന്നിട്ട് ഞാൻ ആക്ച്വലി ഇതിന് ഓൾമോസ്റ്റ് ഒരു കുറേ കോൾസ് ചെയ്തു. നമുക്ക് ഇങ്ങോട്ടും കുറേ കോൾസ് വന്നു. ആദ്യം കസ്റ്റമർ കെയർ എന്ന് പറഞ്ഞാൽ ആദ്യം വന്നു, അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ 2-3 വർഷം വേറൊരു ഡിപ്പാർട്ട്മെന്റ് വന്നു. അങ്ങനെ സെപ്പറേറ്റ് കുറേ കോൾസ് വന്നു കേട്ടോ. ലാസ്റ്റ് അവർ പറഞ്ഞു അവർ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ അതിന് ശേഷം നമ്മളോട് പോയിട്ട് സർവീസ് സെന്ററിൽ കൊടുക്കാൻ പറയും. അപ്പോൾ സർവീസ് സെന്ററിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർ ചെക്ക് ചെയ്യും. അത് ചെക്ക് ചെയ്യുന്നത് ചാർജ് ഉണ്ട്, 276 രൂപയാണ് സംതിങ് ആണ്. നമ്മളിത് അവരുടെ ഫോൺ ചെക്ക് ചെയ്യാണല്ലോ, നമുക്ക് എന്താ പറയുക ആപ്പിളിൽ എത്രയും അറിയും, 2,500 രൂപയാണ്. കോമഡി. എന്നുവെച്ചാൽ എൻ്റെ iPhone 13 പോലെ ഡിസ്പ്ലേ കംപ്ലൈൻറ്റ് വന്നിട്ട് അമ്മ ചെക്ക്. ഞാൻ ആക്ച്വലി ഇത് ലീഗലി മൂവ് ചെയ്തിട്ട് അവരെ വാങ്ങിച്ചു കൂട്ടാ. ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ അവരെ തന്നെ എൻ്റെ വാല്യൂ വാങ്ങിച്ചിട്ട് അവിടെ നിന്നാണ് ഞാൻ 15 സീരീസ് എടുത്തത്. അപ്പോൾ ഇത് വിട്ടു കൊടുക്കരുത്. അപ്പോൾ ഇതുപോലെ അവർ 256 രൂപയാണ് അവർ ചെക്കിങ് ചാർജ് വാങ്ങിക്കുക. അപ്പോൾ അത് വാങ്ങിച്ച് കഴിഞ്ഞിട്ട് അവർ ഫുൾ ചെക്ക് ചെയ്യും. സംഭവം ഇഷ്യൂസും വേറെ സംഭവമൊന്നും ഇല്ലെങ്കിൽ അവർ ജോബ് കാർഡ് നമ്പർ തരും. അപ്പോൾ ഈ ജോബ് കാർഡ് നമ്പർ ഇവർക്ക് പറഞ്ഞു കൊടുക്കണം ആക്ച്വലി. അപ്പോൾ അതിന് ശേഷം ഇവർ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എന്താ പറയുക വാല്യുവേറ്റ് ചെയ്തിട്ട് പ്രോസസ്സ് ചെയ്തിട്ട് പറയാമെന്നൊക്കെ പറഞ്ഞിട്ട് പോകും. ഇതിന് നമുക്ക് 3 ദിവസം കഴിഞ്ഞിട്ടാണ് ആക്ച്വലി അവരുടെ കോൾ വന്നത്. അപ്പോൾ അവർ പറഞ്ഞു നമ്മളിതെല്ലാം നോക്കിയിട്ടുണ്ടായിരുന്നു, നമ്മൾ ഒരു ഡിസിഷനിലേക്ക് വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് ആക്ച്വലി നിങ്ങളുടെ ഫോൺ ഫ്രീ ആയിട്ട് റീപ്ലേസ്മെൻറ്റ് ചെയ്ത് തരാം. നിങ്ങൾക്കൊരു എന്താ പറയുക ഒരു ലേബർ ചാർജ് കൊടുക്കേണ്ടി വരും എന്ന് പറഞ്ഞു. അത് 500-ൻ്റെയും 1000-ൻ്റെയും ഇടയിലായിരിക്കും എന്നാണ് പറഞ്ഞത് ലേബർ ചാർജ്. അത് ചെയ്ത് ഡിസ്പ്ലേ മാറ്റുന്നതിൻ്റെ ചാർജ്. ശരിക്കും അതൊന്നും വാങ്ങിക്കാൻ പാടില്ല കേട്ടോ, ലേബർ ചാർജ് കൊടുക്കണം. അത് കൊടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് റീപ്ലേസ്മെൻറ്റ് തരും. പക്ഷേ ഫോൺ അവിടെ കൊടുക്കണം എന്ന് പറഞ്ഞു. അത് എത്ര ദിവസം, നോർമലി ഒരു 1 week ഒക്കെ എടുക്കാറുണ്ട് ചിലപ്പോൾ. ഒന്നാമത് അൾട്രയുടെ പാർട്സ് ഒക്കെ അവൈലബിൾ ആണ്, അതൊന്നും ഇഷ്യൂ ഒന്നും ഇല്ല. നിങ്ങൾ കൊടുക്കുന്ന സർവീസ് സെൻ്ററിൽ പാർട്സ് ഓൾറെഡി ഉണ്ടെങ്കിൽ പിന്നെ സുഖമാണ്. പക്ഷേ ഞാൻ ആക്ച്വലി തൃശ്ശൂർ സർവീസ് സെൻ്ററിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പാർട്സ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് അവർ എറണാകുളത്ത് നിന്ന് എടുത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് കുറച്ച് ടൈം എടുത്തു. അപ്പോൾ അതാണ് ഉണ്ടായത്, അപ്പോൾ ലേറ്റ് ആയത്. അപ്പോൾ ആക്ച്വലി നമ്മൾക്ക് ശരിക്കും ഡിസ്പ്ലേ വന്നു കഴിഞ്ഞിട്ട് നമ്മളെ വിളിച്ചിട്ട് മാറ്റി തന്നാൽ മതി. പക്ഷേ അവന്മാരത് സമ്മതിക്കുന്നില്ല. ഇത് ഓൾറെഡി ഇവൻ്റെ പ്രൈമറി ഫോൺ അല്ലാത്തതുകൊണ്ട് വേറെ ഇഷ്യൂസ് ഒന്നും ഉണ്ടാകുന്നില്ല. അപ്പോൾ നിങ്ങളുടെ പ്രൈമറി ഫോണൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ ബാങ്കിങ്ങും അങ്ങനത്തെ സംഭവമൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് പണിയാണ്. അപ്പോൾ ഇതാണ് ഇഷ്യൂ. അപ്പോൾ പക്ഷേ നമുക്ക് ഫോൺ കിട്ടി. ഇപ്പോൾ ഫോൺ നമ്മുടെ എന്താ പറയുക റീസെറ്റ് ആയിരുന്നു കേട്ടോ. അതായത് അവർ റീസെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബാക്കപ്പ് ഒക്കെ ഓൾറെഡി ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ അവൻ്റെ പ്രൈമറി ഫോൺ ആയിരുന്നില്ല, അപ്പോൾ അതുകൊണ്ട് ഇഷ്യൂ ഉണ്ടാകുന്നില്ല. ഇപ്പോൾ ബാക്ക് റീസെറ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല എന്ന് അവന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൾറെഡി അവൻ ബാക്കപ്പ് കമ്പ്യൂട്ടറിലേക്ക് നിങ്ങൾക്ക് സ്മാർട്ട് സ്വിച്ച് എന്ന ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് വിൻഡോസിലൊക്കെ നിങ്ങൾക്ക് ബാക്കപ്പ് എടുത്ത് വയ്ക്കാം, ഒരു ഇഷ്യൂസും ഇല്ല. അപ്പോൾ അങ്ങനെ എടുത്ത് വയ്ക്കുക എപ്പോഴും.
അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ഫ്രീ റീപ്ലേസ്മെന്റ് കിട്ടി. പക്ഷെ കുറച്ച് ഇതുപോലെ തന്നെ കുറച്ച് ടൈം കൺസ്യൂമിങ് ആയിരുന്നു, കുറെ കോഴ്സുകൾ ഉണ്ടായിരുന്നു, പിന്നെ 4-5 ദിവസം നമുക്ക് ഇതിന് പിന്നാലെ നടക്കേണ്ടി വന്നു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് റീപ്ലേസ് ചെയ്ത് കിട്ടിയത്. അപ്പോൾ ഇതേ പ്രൊസീജിയറിൽ പോയി കഴിഞ്ഞാൽ അപ്പോൾ റീപ്ലേസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് സാംസങ്. അവരൊക്കെ എന്താ പറയുക, നമുക്ക് റെസ്പോൺസ് ഒക്കെ നല്ല തന്നെയാണ്. ഇപ്പോൾ നമ്മൾ വിളിച്ച ഒരു സംഭവം പറയുന്നതും അവരുടെ ഇങ്ങോട്ടുള്ള റെസ്പോൺസും ആ സംഭവമൊക്കെ ഡീസൻറ്റ് സംഭവമൊക്കെ തന്നെയാണ്. പക്ഷേ ഭയങ്കര ടൈം കൺസ്യൂമിംഗ് ആണ്. അവരുടെ മിസ്റ്റേക്ക് കൊണ്ട് വരുന്ന സംഭവത്തിന് ശരിക്കും നമ്മുടെ ഈ ഇപ്പോൾ ഞങ്ങൾ റീസെൻ്റ്ലി വീഡിയോ ഉണ്ടായിരുന്നു. ഞാൻ ആക്ച്വലി നമ്മുടെ OnePlus 13R എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് ലൈഫ് ടൈം ഫ്രീ വാറണ്ടി ഗ്രീൻ ലൈൻ ഇഷ്യൂ വരുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു സംഭവം കൊടുക്കേണ്ടതാണ്. വേറെ ഡാമേജും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ലൈഫ് ടൈം ഫ്രീ വാറണ്ടിയാണ്. അപ്പോൾ ഇത് ഭയങ്കര എന്താ പറയുക, ടൈം കൺസ്യൂമിംഗ് ആണ്, ഭയങ്കര ലെങ്തി ആയിട്ടുള്ള പ്രൊസീജിയറോ കാര്യങ്ങളൊക്കെയാണ്. അതാണ് ആകെ ഒരു ഡൗൺഗ്രേഡ് ആയിട്ട് തോന്നിയത്. അപ്പോൾ ഇതാണ് പ്രൊസീജിയർ. ഇതിന് മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴൊന്നും അല്ല, ഞാൻ ഇതിന് മുമ്പും പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് കോൺടാക്ട് ചെയ്യാൻ നമ്മുടെ സർവീസ് സെൻ്ററിനെ കോൺടാക്ട് ചെയ്യുന്ന മുമ്പ് സാംസങ്ങിനെ കോൺടാക്ട് ചെയ്ത് നോക്കിയാൽ അതിന് ശേഷമാണ് നിങ്ങൾക്ക് ജോബ് കാർഡ് എടുക്കാന്നുണ്ടാ. എന്നാലേ നമുക്ക് കിട്ടുള്ളൂ. അല്ലാണ്ട് ഡയറക്റ്റ് വരെ സർവീസ് സെൻ്ററിൽ പോയിട്ട് കാര്യമില്ല. അവർ പറയും ഒന്നത് അവർക്ക് അതിന് ഇതില്ല, പെർമിഷൻ ഇല്ല. അതാണ് വേറെ കാരണം. എന്താ വെച്ചാൽ സാംസങ് കമ്പനിയുടെ സൈഡിൽ നിന്ന് എന്താ പറയുക അപ്രൂവൽ വന്നാൽ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ചുമ്മാ എടുത്ത് 23,000 ഡിസ്പ്ലേ എടുത്ത് കൊടുക്കാൻ പറ്റില്ലോ. ആ കൊടുത്ത ആളുടെ കയ്യിൽ ഇത് വരും, തലയിൽ വരും. അപ്പോൾ അതാണ് ഇഷ്യൂ കേട്ടോ. അപ്പോൾ അത് ഇതേ പ്രൊസീജിയറിൽ ചെയ്യാൻ നോക്കുക. കുറച്ച് പണി തന്നെയാണ്, അത് ഉള്ള കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ഇത് നടന്നില്ലെങ്കിൽ ലീഗലി മൂവ് ചെയ്യുക, കൺസ്യൂമർ കോർട്ടിൽ ഫയൽ ചെയ്യുക. ഡയറക്റ്റ് പോയിട്ട് ഫയൽ ചെയ്യും. നിങ്ങൾക്ക് ഓഫ്ലൈൻ ആയിട്ടും നമ്മുടെ ഡിസ്ട്രിക്ട് കോർട്ടിലൊക്കെ പോയിട്ട് ഓഫ്ലൈൻ ആയിട്ടും ഫയൽ ചെയ്യാം. അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഓൺലൈനാകുമ്പോൾ കുറച്ചൊരു ലേറ്റും ലാഗും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഓഫ്ലൈൻ ചെയ്യാൻ ഏറ്റവും ബെറ്റർ കേട്ടോ. എന്നാലും നമുക്ക് ഈ പരിപാടി നിർത്തിക്കാൻ പറ്റുള്ളൂ. കമ്പനിയുടെ സൈഡിൽ നമ്മുടെ എക്സ്പ്ലോർ ചെയ്യുന്ന പരിപാടി നിർത്തിക്കാൻ പറ്റുള്ളൂ. അത് സാംസങ് മാത്രമല്ല, ഐഫോൺ ആയിക്കോട്ടെ, ഐഫോണൊക്കെ വരുന്നുണ്ട്, എല്ലാ ബ്രാൻഡും. ഇപ്പോൾ OnePlusന്റെ കാര്യമ്പോൾ ഓൾമോസ്റ്റ് ഇപ്പോൾ അവർ ഓക്കെ ആക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ ബാക്കി എല്ലാ ബ്രാൻഡും ഇതേപോലെ നമ്മളിതുപോലെ അതിനെതിരെ ആക്ഷൻ എടുത്താൽ തന്നെ അവർ ഇത് നിർത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മളൊക്കെ ഇങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇതൊന്ന് ഷെയർ ചെയ്യാൻ ആക്ച്വലി വന്നപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ. നമ്മുടെ 2 ചാനൽസ് മാത്രമേ പോയി കണ്ടുവെക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മളേക്ക് ഒന്ന് ഷെയർ ചെയ്യാം. നമ്മുടെ 3ാമത്തെ ചാനൽ അത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട, ഫ്രണ്ട്സിലേക്ക് നമ്മളേക്ക് ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട. ഇൻസ്റ്റാഗ്രാം പേജ് നമുക്ക് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിൽ വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. പേജ് ഫോളോ അടിച്ചാൽ മതിട്ടാ. ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ മതി, എല്ലാ സംഭവങ്ങളും അവിടെ കിട്ടും. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.